يا رجائي يا رجائي يا رجائي. السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه الفائزين برضا الله. أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും സ്നേഹവും നിറഞ്ഞ മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ പ്രവർത്തനങ്ങളെയെല്ലാം അവൻ ഇഷ്ടപ്പെടുന്ന സ്വാലിഹായ അമലുകളിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധ റമളാൻ അനുകൂലമായി സാക്ഷി നിൽക്കുന്നവരുടെ കൂട്ടത്തിൽ സാധുക്കളായ നമ്മെ എല്ലാവരെയും അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. ഇന്ന് നാം പാരായണം ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പരിശുദ്ധ ഖുർആനിലെ 109-ാമത്തെ അധ്യായം സൂറത്തുൽ കാഫിറൂൻ ആണ്. ഇൻഷാ അല്ലാഹ് സൂറത്തുൽ കാഫിറൂൻ പാരായണം ചെയ്യുന്നതിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ വലാ അൻതും ആബിദൂന മാ അഅ്ബുദു വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദു ലക്കും ദീനുക്കും വലിയ ദീൻ. സദഖല്ലാഹുൽ അലിയുൽ അദീം. സൂറത്തുൽ കാഫിറൂനിൽ ആകെ 6 ആയത്തുകളാണുള്ളത്. ഈ 6 ആയത്തുകളിൽ 5 ആയത്തുകളിലുമുള്ള നിയമമാണ് മദ് മുൻഫസിൽ. എന്താണ് മുൻഫസിലായ മദ് എന്ന് പറഞ്ഞാൽ, ഒരു കലിമത്തിന്റെ അവസാനം മദ്ദക്ഷരവും തൊട്ടടുത്ത കലിമത്തിന്റെ ആദ്യത്തിൽ ഹംസയും വരുന്നിടത്ത് ചെയ്യപ്പെടുന്ന മദ്ദിനാണ് മദ് മുൻഫസിൽ എന്ന് പറയുന്നത്. മദ് മുൻഫസിലിനെ 3 അലിഫിന്റെ ഖദറാണ് നീട്ടേണ്ടത് എന്ന് പറഞ്ഞാൽ 6 ഹറക്കത്തുകളുടെ ഖദറാണ് നീട്ടേണ്ടത്. ഒരു ഹറക്കത്തിന്റെ ഖദർ എന്ന് പറഞ്ഞാൽ ആ എന്ന് ഉച്ചരിക്കുന്ന സമയമാണ് ഒരു ഹറക്കത്തിന്റെ ഖദർ. അപ്പോൾ 2 ഹറക്കത്തിന്റെ ഖദർ എന്ന് പറഞ്ഞാലോ ആ എന്ന് ഉച്ചരിക്കാൻ എടുക്കുന്ന സമയമാണ് 2 ഹർക്കത്തിന്റെ ഖദർ. ഈ രൂപത്തിൽ 6 ഹർക്കത്തുകളുടെ ഖദറാണ് മുൻഫസിലായ മദ്ദിനെ നീട്ടേണ്ടത്. സൂറത്തുൽ കാഫിറൂനിൽ ഏതൊക്കെ സ്ഥലങ്ങളിലാണ് മുൻഫസിലായ മദ് വന്നിട്ടുള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. സൂറത്തുൽ കാഫിറൂനിലെ ആദ്യ ആയത്താണിത്. ഇവിടെ യാ അയ്യുഹ, ഇവിടെ മദ് മുൻഫസിലാണ്. യാ എന്ന ഹർഫിന് ശേഷം മദ്ദക്ഷരമായ അലിഫ് വന്നു. തൊട്ടടുത്ത കലിമത്തായ അയ്യുഹ എന്ന കലിമത്തിന്റെ ആദ്യത്തിൽ ഹംസയും വന്നു. ഇവിടെ മുൻഫസിലായ മദ്ദാണ് ചെയ്യപ്പെടുന്നത്. 3 അലിഫിന്റെ ഖദർ നീട്ടണം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. രണ്ടാമത്തെ ആയത്ത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ലാ അഅ്ബുദു, ഇവിടെയും മദ് മുൻഫസിലാണ്. ലാമിന് ശേഷം മദ്ദക്ഷരമായ അലിഫ് വന്നു. തൊട്ടടുത്ത കലിമത്തായ അഅ്ബുദു എന്ന പദത്തിന്റെ ആദ്യത്തിൽ ഹംസയും വന്നു. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. മൂന്നാമത്തെ ആയത്ത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദു. ഈ ആയത്തിൽ 2 മുൻഫസിലായ മദ്ദുകളുണ്ട്. വലാ അൻതും മാ അഅ്ബുദു. ഇവിടെ വലാ അൻതും ലാമിന് ശേഷം മദ്ദക്ഷരമായ അലിഫ് വന്നു. അൻതും എന്ന കലിമത്തിന്റെ തുടക്കത്തിൽ ഹംസയും വന്നു. മാ അഅ്ബുദു, ഇവിടെയും മീമിന് ശേഷം മദ്ദക്ഷരമായ അലിഫ് വന്നു. അഅ്ബുദു എന്ന തുടക്കത്തിൽ ഹംസയും വന്നു. അതുകൊണ്ട് ഇവിടെ മദ് മുൻഫസിലാണ്. 3 അലിഫിന്റെ ഖദർ നീട്ടണം. വലാ അൻതും ആബിദൂന മാ അഅ്ബുദു.
അടുത്തായത് വലാ അന ആബിദും മാ അബദ്തും. ഈ ആയത്ത് നാം ശ്രദ്ധിക്കേണ്ടത് വലാ അന, ഇവിടെയും മദ് മുൻഫസിലാണ്. മദ്ദക്ഷരമായ ലാമിന് ശേഷം അലിഫ് വന്നു. തൊട്ടടുത്ത കലിമത്തായ അന എന്നതിന്റെ ആദ്യത്തിൽ ഹംസയും വന്നു. വലാ അന ആബിദും മാ അബദ്തും. അടുത്തായത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ഇവിടെ വലാ അൻതും എന്നിടത്ത് മദ് മുൻഫസിലാണ്. മാ അഅ്ബുദ്, മാ അഅ്ബുദ് എന്നിടത്തും മുൻഫസിലായ മദ്ദാണ് ചെയ്യപ്പെടേണ്ടത്. അപ്പോൾ വളരെയധികം ശ്രദ്ധയോടുകൂടെയായിരിക്കണം സൂറത്തുൽ കാഫിറൂൻ നാം പാരായണം ചെയ്യേണ്ടത്. ഇനി സൂറത്തുൽ കാഫിറൂനിലുള്ള മറ്റു നിയമങ്ങൾ എന്തൊക്കെയാണ് എന്ന് നമുക്ക് പരിശോധിക്കാം. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഇവിടെ ഈ ആയത്തിലെ ആദ്യ അക്ഷരം ഖാഫാണ്. ഇവിടെ പലരും കാഫായിട്ടാണ് ഉച്ചരിക്കാറ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. എത്രത്തോളം ഈ സൂറത്തിന്റെ പേര് തന്നെ പലരും പറയല് ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ സൂറത്ത് എന്നാണ്. തെറ്റാണ്. യഥാർത്ഥത്തിൽ ഉച്ചരിക്കേണ്ടത് ഖു എന്നാണ്. ഖാ ഖൈ ഖു. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. ഖാഫിന് ശേഷം സുക്കൂനുള്ള ലാമാണ്. അടുത്ത അക്ഷരം യാവുമാണ്. ഇവിടെ ചേർത്തി ഓതുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പലരും ഇവിടെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ ഓതാറുണ്ട്. അത് തെറ്റാണ്. ഏതുപോലെ മലയാളത്തിൽ വലിയവർ എന്ന് പറയുന്നതിന് പകരം നാം വലിയവർ എന്ന് പറയാറുണ്ട്. ശരിക്ക് ആ പ്രയോഗം തെറ്റാണ്. ശരിയായ പ്രയോഗം വലിയവർ എന്നാണല്ലോ. ഇവിടെ ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്നാണ്. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ എന്ന് പാരായണം ചെയ്യപ്പെടാൻ പാടില്ല. ഖുൽ യാ അയ്യുഹ. പിന്നെ ശ്രദ്ധിക്കേണ്ടത് യാ അയ്യുഹ. ഇവിടെ യാഇന് ഷദ്ദുണ്ട്. ആ ഷദ്ദിനെ ഒഴിവാക്കിക്കൊണ്ട് പലരും പാരായണം ചെയ്യാറുണ്ട്. അത് ശരിയല്ല. യാ അയ്യുഹ. ഖുൽ യാ അയ്യുഹൽ കാഫിറൂൻ. അടുത്ത ആയത്ത് ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. ഈ ആയത്ത് നാം ശ്രദ്ധിക്കേണ്ടത് ലാ അഅ്ബുദു. ഇവിടെ ഹംസ ഒഴിവാക്കിക്കൊണ്ട് ലാ അഅ്ബുദു, ലാ അഅ്ബുദു എന്ന് ഓതാറുണ്ട്. അത് തെറ്റാണ്. ലാ അഅ്ബുദു മാ തഅ്ബുദൂൻ. അടുത്ത ആയത്ത് വലാ അൻതും ആബിദൂന മാ അഅ്ബുദ്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് വലാ അൻതും. ഇവിടെ സുക്കൂനുള്ള സാക്കിനായ നൂനിന് ശേഷം താ വന്നു. അതുകൊണ്ട് ഇവിടെ ഇഖ്ഫാ ചെയ്യണം. ഇവിടെ പിന്നെ താഇന്റെ മഖ്റജ് നാവിന്റെ തല മേലെ മുൻപല്ലിന്റെ മുരട്ടിൽ വെച്ചുകൊണ്ടാണ് താ ഉച്ചരിക്കേണ്ടത്. വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് വലാ അന ആബിദും മാ അബദ്തും. ഈ ആയത്ത് നാം ശ്രദ്ധിക്കേണ്ടത് ആബിദും മാ അബദ്തും. ഇവിടെ ആബിദുൻ എന്നുള്ളടത്ത് തൻവീന് ശേഷം മീമാണ് വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഇദ്ഗാമും ബിഗുന്നയാണ് നിയമം. ഉന്നത്തോടുകൂടെ ഇദ്ഗാം ചെയ്യണം. വലാ അന ആബിദും മാ അബദ്തും വലാ അൻതും ആബിദൂന മാ അഅ്ബുദ് ലക്കും ദീനുക്കും വലിയ ദീൻ. ഈ അവസാന ആയത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് സുക്കൂനുള്ള മീം ഉച്ചരിക്കുമ്പോൾ രണ്ട് ചുണ്ടുകളും പൂർണ്ണമായിട്ടും പ്രസ് ചെയ്തുകൊണ്ടായിരിക്കണം ഉച്ചരിക്കേണ്ടത്. ലക്കും ദീനുക്കും വലിയ ദീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആൻ നല്ല രീതിയിൽ പാരായണം ചെയ്യാൻ നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കും.